അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലമ തസ്ലീമൻ കസീറൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, ഹിജ്റ വർഷ കലണ്ടറിലെ മൂന്നാമത്തെ മാസമാണ് റബീഉൽ അവ്വൽ മാസം. കലണ്ടറിൻ്റെ ആരംഭം മുഹറം മാസമാണ്. മുഹറം, സഫർ, റബീഉൽ അവ്വൽ, അങ്ങനെയാണ് മാസങ്ങളുടെ കണക്ക്. റബീഅ എന്ന് പറഞ്ഞാൽ വസന്തം, വസന്തകാലമാണ് ആ മാസം. കാലാവസ്ഥക്കനുസരിച്ചാണ് ആ മാസത്തിന് പേര് വന്നിട്ടുള്ളത്. പച്ചക്കറികളും പഴങ്ങളുമൊക്കെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, മഴ വർഷിക്കപ്പെടുന്ന ഒരു മാസമായിട്ടാണ് റബീഉൽ അവ്വലിനെയും റബീഉ സാനിയെയും ആളുകൾ പറയുന്നതും പരിചയപ്പെടുത്തുന്നതും. അങ്ങനെയാണ് പ്രകൃതിയുടെ പ്രത്യേകതയുള്ളത്. ആ റബീഉൽ അവ്വൽ മാസത്തിന് ഇസ്ലാമുമായിട്ട് എന്തെങ്കിലും ചരിത്രപരമായ ബന്ധമുണ്ടോ എന്ന് ചോദിച്ചാൽ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ചേർത്തുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട 3 സംഭവങ്ങൾ ആ മാസത്തിലാണ് ഉണ്ടായിട്ടുള്ളത്. ആ മാസം എന്തെങ്കിലും പ്രത്യേകതയുള്ള പവിത്ര മാസങ്ങളുടെ ഗണത്തിൽപ്പെട്ടതാണോ? അല്ല. ഇസ്ലാം 4 മാസങ്ങളെ പവിത്രമായി പഠിപ്പിച്ചിട്ടുണ്ട്. ആ പവിത്ര മാസങ്ങളിൽ ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഈ 4 മാസങ്ങൾ യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളായി അറിയിച്ചിട്ടുണ്ട്. ആ ഗണത്തിൽ ഈ റബീഉൽ അവ്വൽ മാസം പെടില്ല. പിന്നെ ഓരോ മാസത്തിൻ്റെയും പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം റമളാൻ മാസം ഖുർആൻ അവതീർണമായ മാസം, നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസം. ഹജ്ജിൻ്റെ മാസങ്ങൾ, അതുപോലെ മുഹറം മാസത്തിലെ 10-ാം ദിവസത്തെ പ്രത്യേകത, ശവ്വാലിലെ പെരുന്നാൾ, ദുൽഹജ്ജിലെ പെരുന്നാൾ, അറഫ ദിവസം, അതുപോലെ ശവ്വാലിലെ 6 നോമ്പിന്, ഇതൊക്കെ അതിൻ്റെയൊക്കെ ഓരോ പ്രത്യേകതകളും പ്രതിഫലങ്ങളും പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങനെ ഒരു പ്രത്യേകതയോ പ്രതിഫലമോ റബീഉൽ അവ്വൽ മാസവുമായി ചേർത്തുകൊണ്ട് അള്ളാഹുവോ അവൻ്റെ പ്രവാചകനോ നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. എന്നാൽ ആ മാസത്തിൽ ചരിത്രപരമായ ഒരു പ്രത്യേകതയുള്ളത് ആമുഖത്തിൽ ഞാൻ പറഞ്ഞു. 3 മഹാസംഭവങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3 സംഭവങ്ങൾ ആ മാസത്തിലുണ്ട്. ആ മാസത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ചത്. ആ മാസത്തിലാണ് അവിടുന്ന് ഹിജ്റ പോയി മദീനയിലേക്ക് എത്തിയത്. ആ മാസത്തിലാണ് അവിടുന്ന് വഫാത്തായത്. ഈ 3 കാര്യങ്ങൾ പ്രവാചക ജീവിതത്തിലെ, അതുപോലെ ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട സംഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ മാസത്തിന് ഇസ്ലാമിക ചരിത്രത്തിൽ അതിൻ്റേതായ പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം അത് റബീഉൽ അവ്വൽ മാസമാണ് ഉണ്ടായിട്ടുള്ളത്. അതൊരു തിങ്കളാഴ്ചയായിരുന്നു. ആമുൽ ഫീൽ, ആനക്കലഹ സംഭവം നടന്ന വർഷം. ഇതാണ് എല്ലാവരും ആ വിഷയത്തിൽ ഏകോപിച്ചിട്ടുള്ളത്. പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം, അതിൻ്റെ ദിവസം ഏതാണ് എന്നതിൽ ആളുകൾ അതിൻ്റെ തീയതിയിൽ തർക്കിച്ചിട്ടുണ്ട്. ചില ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വൽ 2, ചില ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വൽ 12, ചില ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വൽ 8, ചില ആളുകൾ പറഞ്ഞു റബീഉൽ അവ്വൽ 9. ഇതെല്ലാം റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ 12 ആ
12-നാണ് അവിടുത്തെ ജനനം ഉണ്ടായിട്ടുള്ളത് എന്നതാണ് ഭൂരിഭാഗം ആളുകളും പറഞ്ഞിട്ടുള്ളത്. ഇബ്നു കസീർ റഹ്മഹുള്ളയൊക്കെ അതിനാണ് പിൻബലം കൊടുത്തിട്ടുള്ളത്. അപ്പം ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനത്തിൻ്റെ തീയതിയിൽ ഏകോപനമില്ല. പക്ഷെ ജനിച്ചത് റബീഉൽ അവ്വൽ മാസമാണ്, അതിൽ തർക്കമില്ല. ജനിച്ചത് തിങ്കളാഴ്ച ദിവസവുമാണ്. അപ്പം നമ്മൾ റബീഉൽ അവ്വൽ 12, അന്നത്തെ 12 തിങ്കളാഴ്ചയാണോ, അതല്ല 12 തിങ്കളാഴ്ച, അതല്ല 9 തിങ്കളാഴ്ച എന്ന ഒരു തർക്കം മുസ്ലിം ലോകത്തുണ്ട്. ഏതായിരുന്നാലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനനം റബീഉൽ അവ്വൽ മാസത്തിലെ തിങ്കളാഴ്ചയായിരുന്നു. നമുക്കറിയാം, ലോകം ഇരുട്ടിലായി കിടക്കുന്ന സമയം. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് ആളുകളെ ആനയിക്കുവാൻ വേണ്ടി അവസാന ദൂതനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അല്ലാഹു തആല നിയോഗിക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചക പ്രഭുവിൻ്റെ ജനനം ഈ പ്രപഞ്ചത്തിന്, ഈ ഭൂമിക്ക് വെളിച്ചമായി, മനുഷ്യർക്ക് വെളിച്ചമായി നമുക്ക് കാണാൻ സാധിക്കും. ലോകർക്ക് കാരുണ്യമായിട്ട് നിയോഗിക്കപ്പെട്ട പ്രവാചകൻ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ നാം താങ്കളെ നിയോഗിച്ചിട്ടില്ല നബിയെ എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം അന്ധകാരത്തിൽ നിന്ന് ആളുകളെ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ വേണ്ടിയുള്ള കാരണമായിട്ടുണ്ട്. അവിടെ നിന്ന് പിന്നീട് പ്രവാചകനായി കടന്നു വന്നല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് അഹ്മദ് ഷൗഖി, മിസ്റിൻ്റെ അറിയപ്പെട്ട കവി, പറഞ്ഞത് ഇങ്ങനെയാണ്: ഉലിദൽ ഹുദാ ഫൽ കായിനാതു ളിയാഉ വഫമുസ്സമാനി തബസ്സുമുൻ വസനാഉ അറൂഹു വൽ മലഉൽ മലായികു ഹൗലഹു ലിദ്ദീനി വദ്ദുനിയാ ബിഹി ബുശറാഉ. സന്മാർഗം പിറന്നു, അതിനാൽ എല്ലാ ജീവജാലങ്ങളും പ്രകാശപൂരിതമായി. കാലത്തിൻ്റെ വായ് പുഞ്ചിരിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവും മലക്കുകളുടെ സമൂഹവും അദ്ദേഹത്തിൻ്റെ ചുറ്റിലുമുണ്ട്. മതത്തിനും ലോകത്തിനും അദ്ദേഹത്തിലൂടെ അവ ശുഭവാർത്തകളാണ്. ഇപ്പം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം അനുഗ്രഹമാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പ്രസവിക്കുന്ന സമയത്ത് അവിടുത്തെ മാതാവ് ആമിനക്കുണ്ടായൊരു സംഗതി, ഒരു അനുഭവം ഹദീസിൽ കാണാം. ആ സമയത്ത് അവരിൽ നിന്നൊരു പ്രകാശം പുറപ്പെടുകയും അത് സിറിയയിലെ കൊട്ടാരങ്ങളെ പ്രകാശിപ്പിക്കുകയും ചെയ്തുവെന്നാണ് ആ വെളിച്ചം. അപ്പം അത് അനുഗ്രഹമാണ് ആ ജനനം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ ഉമ്മ ആമിന പ്രസവിച്ച ഉടനെ വല്യുപ്പയായ അബ്ദുൽ മുത്തലിബിനെ വിവരമറിയിക്കുകയും അദ്ദേഹം അന്ന് ആ കൈക്കുഞ്ഞിനെയുമായി കഅബാലയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുകയും അള്ളാഹുവിന് സന്തോഷം പ്രകടിപ്പിക്കുകയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും ആ കുട്ടിക്ക് മുഹമ്മദ് എന്ന പേര് നാമകരണം ചെയ്യുകയും ചെയ്തു. അപ്പം ആ ജനിച്ച ദിവസം തിങ്കളാഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തിങ്കളാഴ്ച എല്ലാ തിങ്കളാഴ്ചകളിലും നോമ്പെടുത്തിരുന്നു. നോമ്പെടുക്കാൻ വേണ്ടി നമ്മോട് പറഞ്ഞു, അതിൻ്റെ പ്രതിഫലവും പറഞ്ഞു. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അബൂ ഖതാദ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് തിങ്കളാഴ്ച നോമ്പിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, ദാക യൗമുൻ ഉലിത്തു ഫീഹി വയൗമുൻ ബുഇസ്തു ഔ ഉൻസില അലയ്യ ഫീഹി. ആ ദിവസമാണ് ഞാൻ ജനിച്ചത്, ആ ദിവസമാണ് ഞാൻ പ്രവാചകനായി നിശ്ചയിക്കപ്പെട്ടത്, അഥവാ എനിക്ക് വഹി ഇറക്കപ്പെട്ടത് ആ ദിവസമാണ്. അപ്പൊ തിങ്കളാഴ്ചയുടെ പ്രത്യേകത, പ്രവാചകന്റെ ജനനം നടന്നു, അവിടത്തേക്ക് വഹി നൽകപ്പെട്ടു. ഈ പ്രത്യേകതകൾ നിറഞ്ഞതാണ് തിങ്കളാഴ്ച. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പെടുത്തു.
എന്നാൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ജന്മദിനം ആഘോഷിച്ചില്ല. അവിടുന്ന് എല്ലാ തിങ്കളാഴ്ചയും നോമ്പെടുക്കുകയായിരുന്നു. അത് നമുക്കും സുന്നത്താണ്. അതിന് പ്രവാചകന്റെ ജനനദിവസമാണ്. ആ ദിവസമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി നൽകപ്പെട്ടത്. ആ ദിവസമാണ് മനുഷ്യരുടെ അമലുകൾ അല്ലാഹുവിലേക്ക് ഉയർത്തപ്പെടുന്നത്. മറ്റൊരു ഹദീസിൽ കാണാം. അപ്പോൾ ആ ദിവസത്തിന് പ്രത്യേകതയുണ്ട്. എന്നാൽ ആ ദിവസം ആഘോഷിച്ചിട്ടുണ്ടോ ജന്മദിനമായി? ഒരിക്കലുമില്ല. അങ്ങനെ ഒരു സംഭവം തന്നെ പ്രവാചക ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ജനനം മനുഷ്യ ജീവിതത്തിൽ ഒന്നാകെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായി മാറിയിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ വഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിച്ചു. മനുഷ്യലോകത്തെ നന്നാക്കുവാൻ വേണ്ടി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമെ നിയോഗിച്ചു. അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പ്രവാചകൻ അവരെ ആനയിച്ചു. അല്ലാഹു തആല ഏകനാണെന്നും ഏകനായ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്നും അവിടുന്ന് പഠിപ്പിച്ചു. ബഹുദൈവ സങ്കല്പങ്ങളും വിശ്വാസങ്ങളും വർജിക്കുവാൻ വേണ്ടി ആഹ്വാനം ചെയ്തു. കൽപ്രതിമകളും ബിംബങ്ങളുമൊക്കെ ഒഴിവാക്കുവാൻ വേണ്ടി പറഞ്ഞു. ജനങ്ങളെല്ലാം സ്വീകരിച്ചു. അവരൊക്കെ പ്രവാചകന്റെ വാക്കുകൾ കേട്ടു. ഏകനായ അള്ളാഹുവിനെ സ്വീകരിച്ചു. യഥാർത്ഥ വിശ്വാസികളായി ജീവിച്ചു. അങ്ങനെ 13 വർഷക്കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ അള്ളാഹുവിൻ്റെ ദൂതനായി പ്രബോധന കർമ്മം നിർവഹിച്ചുകൊണ്ട് ജീവിച്ചു. അവിടുന്ന് പിന്നീട് മദീനയിലേക്ക് ഹിജ്റ പോയി. അതും റബീഉൽ അവ്വൽ മാസമാണ്. റബീഉൽ അവ്വൽ 12-നാണ് മദീനയിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം എത്തുന്നത്. അവിടെ എത്തി അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മസ്ജിദ് നബവി പണി കഴിപ്പിച്ചു. അവിടെ ജനങ്ങളെ അൻസാരികളെയും മുഹാജിറുകളെയും കൂട്ടിയോജിപ്പിച്ചു. ഏകോദര സഹോദരങ്ങളാക്കി. ഔസിനെയും ഖസ്റജിനെയും തീരാ പകയോടുകൂടെ ജീവിച്ച 2 പ്രബല ഗോത്രങ്ങളായ ഔസിനെയും ഖസ്റജിനെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടിയോജിപ്പിച്ചു. അവിടെ നിന്ന് ഇസ്ലാമിക ഭരണമുണ്ടായി. ഭരണത്തലവനായി അവിടെ നിന്ന് ജീവിച്ചു. 10 കൊല്ലക്കാലം മദീനയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിച്ചുകൂട്ടി. ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അവിടെ നിന്ന് മറ്റു ലോകങ്ങളിലേക്ക് പ്രചരിക്കുവാൻ തുടങ്ങി. അതിനിടയ്ക്ക് വിവിധ യുദ്ധങ്ങളുണ്ടായി. ഒരുപാട് നിവേദക സംഘങ്ങൾ പ്രവാചകനെ സമീപിച്ചു. ഇസ്ലാമിക സന്ദേശങ്ങൾ കേട്ടു, മനസ്സിലാക്കി, ഉൾക്കൊണ്ടു. അവരൊക്കെ മുസ്ലിങ്ങളായി. കേട്ടയാളുകളും ഉൾക്കൊണ്ടയാളുകളും മറ്റുള്ള ആളുകളിലേക്ക് അത് പകർന്നു കൊടുത്തു. അവരൊക്കെ ഇസ്ലാമിൻ്റെ സന്ദേശം മറ്റു സ്ഥലങ്ങളിലേക്കും നാടുകളിലേക്കും എത്തിച്ചു. ഇസ്ലാമിൻ്റെ പ്രഭ മദീനയിൽ നിന്ന് മറ്റു പല നാടുകളിലേക്കും ഒഴുകി. ഇസ്ലാം വ്യാപിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണം നടന്നതും റബീഉൽ അവ്വൽ മാസത്തിലാണ്. റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുകയാണ്. പ്രവാചകന്മാരുടെ അവസാനത്തെ ഖണ്ണി, പ്രവാചകന്മാരുടെ അവസാനത്തെ ആ ശൃംഖല, അത് പ്രവാചകന്റെ വഫാത്തോടുകൂടി അവസാനിക്കുകയാണ്. ഏറ്റവും വലിയ സമുദായത്തിന് ബാധിച്ചിട്ടുള്ള ഏറ്റവും വലിയ മുസീബത്ത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുമ്പ് പറഞ്ഞു, ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു മുസീബത്ത് നിങ്ങളിൽപ്പെട്ട ഒരാൾക്കൊരു ദുരിതമുണ്ടായാൽ അവൻ എനിക്ക് ബാധിച്ചിട്ടുള്ള മുസീബത്ത് ഓർക്കണം, അത് ഏറ്റവും വലിയ മുസീബത്താണ് എന്ന് പറയുകയുണ്ടായി. ഇബ്നു റജബ് റഹ്മഹുല്ലാ പറയുന്നു, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് നടന്ന സമയത്ത് മുസ്ലിങ്ങളാകെ പരിഭ്രാന്തരായി, അങ്കലാപ്പിലായി. എന്ത് സംഭവിച്ചു? ചില ആളുകൾ അവിടെ തന്നെ കുത്തിയിരുന്നു. ചില ആളുകൾക്ക് സംസാരം തന്നെ നഷ്ടപ്പെട്ടു. ചില ആളുകൾ പ്രവാചകന്റെ വഫാത്ത് പരിപൂർണമായി നിഷേധിച്ചു. അങ്ങനെ സംഭവിക്കില്ല എന്ന് പറഞ്ഞു. അവർക്കത് വിശ്വസിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചില്ല. ഉമർ റളിയല്ലാഹു തആല അൻഹു പ്രവാചകൻ മരിക്കുമെന്നറിയാം, പക്ഷേ ആ വാർത്ത അദ്ദേഹത്തെ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. എൻ്റെ നബി മരിച്ചിട്ടില്ല. മൂസാ നബി തൗറാത്ത് വാങ്ങാൻ പോയതുപോലെ പോയിരിക്കുന്നു, തിരിച്ചു വരും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരെങ്കിലും മരിച്ചു എന്ന് പറഞ്ഞാൽ അവൻ്റെ കഥ കഴിക്കും ഞാൻ. ഉമറിൻ്റെ ഭീഷണിയാണ്. കാരണം ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല ആ വാർത്ത.
അബൂബക്കർ റളിയല്ലാഹു അൻഹു നേരെ മറിച്ചാണ്, അത് ഉൾക്കൊണ്ടു. അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് അല്ലാഹു തആല വിധിച്ചിട്ടുള്ള മരണം സംഭവിച്ചിട്ടുണ്ട്. ഒരാൾക്ക് രണ്ട് മരണമില്ല. പ്രവാചകൻ മരിച്ചു കിടക്കുന്ന മുറിയിലേക്ക് കടന്നിട്ട് പ്രവാചകന്റെ ശരീരം പുതച്ചിരിക്കുന്ന വിരിപ്പ് മാറ്റിയിട്ട് പ്രവാചകന്റെ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, അങ്ങേക്ക് അള്ളാഹു വിധിച്ച മരണം സംഭവിച്ചിരിക്കുന്നു. പുറത്തേക്കാകെ പരിഭ്രാന്തരായി വിഷമിച്ച് ദുഃഖിച്ചു നിൽക്കുന്ന ജനസമൂഹത്തോട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന യഅബ്ദു മുഹമ്മദൻ ഫഇന്ന മുഹമ്മദൻ ഖദ് മാത്. ആരെങ്കിലും മുഹമ്മദ് നബി ആരാധിക്കുന്നുവെങ്കിൽ ഇതാ മുഹമ്മദ് നബി ഇതാ മരിച്ചിരിക്കുന്നു. വമൻ കാന യഅബ്ദുല്ലാഹ ഫഇന്ന അല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്. ആരെങ്കിലും അള്ളാഹുവിനെയാണ് ആരാധിക്കുന്നതെങ്കിൽ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മരണമില്ലാത്തവനുമാകുന്നു. അതെ, മരിച്ചു പോകുന്നയാളെ ആരാധിക്കുവാൻ പാടില്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണം യാഥാർത്ഥ്യമായിരിക്കുന്നുവെന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു പറയുകയും വിശുദ്ധ ഖുർആനിലെ പ്രവാചകന്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയത്തോതി കേൾപ്പിച്ചപ്പോഴാണ് ഉമർ റളിയല്ലാഹു അൻഹുവിന് സ്വബോധമുണ്ടായത്. ഓ, ശരിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചിരിക്കുന്നു. അപ്പോഴാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആ വാർത്ത അതങ്ങ് മനസ്സങ്ങ് ഉൾക്കൊണ്ടത്. അത്രമാത്രം ആ പ്രവാചക സ്നേഹത്തിന്റെ കാഠിന്യം, റസൂലുള്ളാഹി മരിച്ചു പോവുക എന്നത് പോലും അവരുടെ മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാത്ത സംഗതിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടി ആകാശ ലോകത്ത് നിറങ്ങിയ വഹയി നിലച്ചു പോയിരിക്കുന്നു. ഏറ്റവും വലിയ പ്രയാസം അതായിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന് വഹി നിലച്ചു, പ്രവാചകന്റെ വഫാത്ത് സംഭവിച്ചു, വഹി ഉണ്ടാവുകയില്ല. കാര്യങ്ങൾ തിരുത്താനും ശരിയാക്കാനും ഒക്കെ അള്ളാഹുവിന്റെ വഹി അതുണ്ടാവുകയില്ല. നോക്കൂ, ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നമുക്ക് പോകാം, ഉമ്മ ഐമനെ സന്ദർശിക്കാം, പ്രവാചകന്റെ വളർത്തുമ്മ. എന്നിട്ട് അവർ ഉമ്മ ഐമൻ റളിയല്ലാഹു അൻഹയെ സന്ദർശിക്കുന്നു. അവർ കരയുകയാണ്. എന്തിനാണ് നിങ്ങൾ കരയുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് ഖൈറല്ലേ അള്ളാഹു എടുക്കൽ എന്ന് പറയുമ്പോൾ ഉമ്മ ഐമൻ പറയുന്നത്, എനിക്കറിയാം, അതല്ല, എനിക്ക് ആ കാര്യങ്ങൾ അറിയാം. അള്ളാഹുവിന്റെ അടുക്കൽ പ്രവാചകനുള്ള സ്ഥാനവും ശ്രേഷ്ഠതയും ഒക്കെ എനിക്കറിയാം. പക്ഷേ ഞാൻ കരയുന്നത് വഹി നിലച്ചു പോയല്ലോ. അന്നൽ വഹിയ ഖദ് ഇൻഖതഅ മിനസ് സമാ. ആകാശ ലോകത്തുനിന്ന് വഹി നിലച്ചു പോയല്ലോ എന്ന് ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. ഇത് കേട്ടപ്പോൾ അബൂബക്കറും ഉമറും റളിയല്ലാഹു അൻഹുമാ രണ്ടുപേരും കരഞ്ഞുപോയി എന്നാണ്. അതെ, വഹി നിലച്ചു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്തോടുകൂടെ. ഏറ്റവും വലിയ പരീക്ഷണം ഈ സമുദായത്തിനുണ്ടായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് തന്നെയാണ്. സ്വഹാബത്ത് വല്ലാതെ പ്രയാസപ്പെട്ട, വിഷമിച്ച, വേദനിച്ച, ഉൾക്കൊള്ളാൻ സാധിക്കാത്തൊരു വാർത്തയായിരുന്നു പ്രവാചകന്റെ വഫാത്ത്. ആയിഷ റളിയല്ലാഹു തആല അൻഹ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്, പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം മുസ്ലിങ്ങൾ കൊടും തണുപ്പിൽ, അതിശൈത്യത്തിൽ, കൂരിട്ടുള്ള രാത്രിയിൽ, ശക്തമായ മഴയത്ത് അകപ്പെട്ടു പോയ ആട്ടിൻ പറ്റങ്ങളെ പോലെ ആയിത്തീർന്നു പ്രവാചകന്റെ സ്വഹാബത്ത് എന്നാണ്. അവരുടെ നബിയുടെ നഷ്ടം വിയോഗത്തോടുകൂടെ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് പ്രവേശിച്ച ആദ്യത്തെ ദിവസം അല്ലാഹ മിൻഹാ കുല്ല ഷൈഇൻ, മദീനയിലെ എല്ലാം പ്രകാശപൂരിതമായി തീർന്നു. ഫലമ്മാ കാന യൗമുൽ ലദീ മാത ഫീഹി അദ്ലമ മിൻഹാ കുല്ല ഷൈ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെട്ട ആ ദിവസമുണ്ടല്ലോ, അദ്ലമ മിൻഹാ കുല്ല ഷൈഇൻ, എല്ലാം ഇരുട്ടായി തീർന്നിരിക്കുന്നു. പ്രവാചകന്റെ ആഗമനത്തോടുകൂടി പ്രകാശപൂരിതമായ മദീന പ്രവാചകന്റെ വഫാത്തോടുകൂടി കൂരിരുട്ടിലായി തീർന്നുവെന്ന് അനസ് റളിയല്ലാഹു തആല അൻഹു പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വഫാത്ത് എത്രത്തോളം അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജനാസ ഞങ്ങൾ കബറടക്കി മണ്ണിട്ട് തിരിച്ചു പോരുന്നത് ഞങ്ങളുടെ മനസ്സുകൾക്ക് ഇഷ്ടമില്ലാഞ്ഞിട്ടുകൂടി ഞങ്ങൾ പ്രവാചകന്റെ ശരീരം ഞങ്ങൾ കബറടക്കി എന്നും അനസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഈ മൂന്ന് സംഭവങ്ങൾ, അതായത് പ്രവാചകന്റെ ജനനം, പ്രവാചകന്റെ ഹിജ്റ, പ്രവാചകന്റെ വഫാത്ത്, ഇത് മൂന്നുമുണ്ടായ മാസമാണ് റബീഉൽ അവ്വൽ മാസം, റബീഉൽ അവ്വൽ 12. നമ്മൾ ഏതാണ് സ്വീകരിക്കേണ്ടത്?
എവിടെയാണ് നമുക്കതിൽ മാതൃക? ജനനത്തിൽ ആഘോഷിക്കുവാൻ മാതൃകയുണ്ടോ? ഇല്ല. ജന്മദിനാഘോഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ദീനിൽ ഇല്ല. പിന്നെ ഹിജ്റ ഒരു മഹാസംഭവമായിരുന്നു. അതിലൂടെയാണ് ഇസ്ലാമിന്റെ ചരിത്രത്തിന് മാറ്റമുണ്ടായത്. പ്രവാചകന്റെ വഫാത്ത് ഏറ്റവും വലിയ ദുഃഖപൂർണമായ സംഭവമായിരുന്നു. പക്ഷേ ദുഃഖാചരണം ഇസ്ലാമിൽ അതിന് കണക്കുണ്ടല്ലോ. കാലാകാലം ആചരിക്കുക എന്ന സമ്പ്രദായം ഇസ്ലാമിൽ ഇല്ലല്ലോ. വർഷാവർഷം മരണത്തിന്റെ ആണ്ട് ആഘോഷിക്കുക എന്നതും ഇസ്ലാമിൽ ഇല്ലല്ലോ. നോക്കൂ, അതുകൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു ഹിജ്റ വർഷ കലണ്ടർ ഉണ്ടാക്കാൻ തീരുമാനിക്കുമല്ല. അറബികൾക്ക്, മുസ്ലിങ്ങൾക്ക് താരീഖ്, ചരിത്രം രേഖപ്പെടുത്താൻ, കാര്യങ്ങൾ രേഖപ്പെടുത്താൻ, തീയതി രേഖപ്പെടുത്താൻ കലണ്ടർ ഉണ്ടാകണമെന്ന തീരുമാനവും ചർച്ചയും ഉണ്ടായപ്പോൾ പല അഭിപ്രായങ്ങളും പൊന്തി വന്നിട്ടുണ്ട്. പ്രവാചകന്റെ ജനനം, പ്രവാചകന്റെ മരണം, മക്ക വിജയമൊക്കെ കടന്നു വന്നെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹിജ്റയിലേക്ക് ചേർത്തുകൊണ്ട് ഹിജ്റ, അതാണ് ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു കലണ്ടറായി നിശ്ചയിക്കുവാൻ തീരുമാനിച്ച സംഭവം. അപ്പോൾ ഈ 3 സംഭവങ്ങളും മഹാസംഭവങ്ങളാണ്. 3നും അതിൻ്റെതായ പ്രാധാന്യവും പ്രത്യേകതയുമുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ആഘോഷം സംഘടിപ്പിക്കാനോ ഒരു ദുഃഖാചരണം നടത്താനോ ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടില്ല. അതിന് മാതൃകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്തില്ല, ഖുലഫാഉ റാഷിദുകളുടെ കാലത്തില്ല, സ്വഹാബത്തിന്റെ കാലത്തില്ല, അതിൻ്റെ ശേഷം വന്ന ആളുകളുടെ കാലത്തും ഇത്തരം സമ്പ്രദായങ്ങളില്ല. മദ്ഹബിന്റെ ഇമാമുകളോ മുഹദ്ദിസുകളോ അവരുടെ കാലഘട്ടത്തിലൊന്നും ഈ സമ്പ്രദായങ്ങളില്ല. അതുകൊണ്ട് നമ്മൾ ഈ മാസത്തിൻ്റെ പ്രത്യേകത മനസ്സിലാക്കുക. അതിൻ്റെ അപ്പുറത്തേക്ക് ഈ മാസത്തെ ഒരു ആചാരമായി സ്വീകരിക്കുവാനോ ആഘോഷമായി സ്വീകരിക്കുവാനോ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല എന്നും നമ്മൾ അറിയുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു തആല വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.